ഹായ് കൂട്ടുകാരേ, എല്ലാവരും എന്ത് പറയണോ? സുഖല്ലേ? അതേ, ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ സാധാരണ വയ്ക്കുന്ന ഒരു ചാളക്കൂട്ടാൻ, അല്ലാണ്ട് വേറെ പ്രത്യേകതയുള്ളതൊന്നും അല്ല കേട്ടോ. അപ്പോൾ നിങ്ങളെങ്ങനെ വയ്ക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ വയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, വീഡിയോ പിടിക്കുന്നതിൽ കുറച്ച് അപാകതയ്ക്ക് ഉണ്ട്, ഞാനാ പിടിച്ചേക്കണേ. അത് കാരണം കുറച്ച് അപാകതയ്ക്ക് ഉണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ മീൻ കറിയിലേക്ക് വേണ്ടത് ഞാൻ മാങ്ങയും കുടപ്പുളിയും ഇടാറുണ്ട് കേട്ടോ. രണ്ടും കൂടിയിട്ടാണ് ഞാൻ പുളിക്ക് ഇടാറ്. പിന്നെ ഒരു സബോള, പിന്നെ ചുവന്നുള്ളി, വേപ്പല, അങ്ങനെയുള്ള സാധനങ്ങൾ മീൻ കറിയിലേക്കുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യണ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ സാധനങ്ങൾ ആദ്യം മാങ്ങയും സബോള അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ ആദ്യം ഒന്ന് ഇഞ്ചി, പച്ചമുളക് എല്ലാ ഐറ്റംസും ഒന്ന് വാട്ടിയെടുക്കാറുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വാട്ടിയിട്ടാണ് പിന്നെ ഞാൻ മുളക് പൊടി ഇതെല്ലാം ഒന്നിട്ട് മഞ്ഞൾപ്പൊടിയും, ഞാൻ മല്ലിപ്പൊടി ഇടാറില്ല കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമ്മുടെ മാങ്ങ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൂടി ഒന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ടാണ് പിന്നെയാണ് ഞാൻ നാളേരം അരച്ചത് ഇതൊക്കെ കലക്കാട്ടോ. അങ്ങനെ മീൻചട്ടിയിൽ എല്ലാവരും ചെയ്യാറുണ്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റലൊക്കെ. പക്ഷെ ഞാനത് ഫ്രൈ പാനിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മീൻചട്ടികളൊക്കെ അതുപോലെ ചൂട്ടത്ത് അതങ്ങനെ വെളിച്ചെണ്ണയിലിട്ട് ചട്ടി വെച്ചിട്ട് അങ്ങനെ കാണിച്ചിട്ട് ചട്ടികളുടെ ഒക്കെ മൂട് ഇങ്ങനെ പൊട്ടി പോവുക ഇതായിട്ട്. അത് കാരണം ഞാനിപ്പോൾ ചെയ്യണ പണി ഇതാ. അപ്പോൾ ഇന്നാൾ കലം മേടിച്ചപ്പോൾ അവിടെയുള്ള അവർ എന്നോട് പറഞ്ഞേ, സാധാരണ നമ്മൾ മറ്റ് പാത്രത്തിൽ അങ്ങനെ വഴിച്ചതിന് ശേഷം ഇതിലിടുക, ഇതിലെപ്പോഴും മൺചട്ടിയിൽ വെക്കുമ്പോൾ വെള്ളത്തോട് കൂടിയിട്ട് വേണം വെക്കാൻ, അല്ലെങ്കിൽ അത് ചട്ടിയുടെ ഉള്ളിൽ നിന്നൊക്കെ പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞു. അത് കാരണം ഞാനിപ്പോൾ ഒരു 3-4 ചട്ടിയായി എൻ്റെ ഒക്കെ പൊട്ടിയിട്ട് അങ്ങനെ ഇരിക്കുന്നത്. അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ വഴറ്റിയിട്ട് അതാണ് പിന്നെ ഈ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് നാളേരം അരച്ചതും കൂടി കലക്കി അത് തിളയ്ക്കുമ്പോൾ നമ്മുടെ ചാളേനെ ഇട്ടു. ഒരുവിധം വേവായി അതായി വന്നപ്പോൾ ലാസ്റ്റ് അതിൻ്റെ ഉപ്പും പാകത്തിനുള്ള പുളി ഇതൊക്കെ ആയി നോക്കിയിട്ട് പിന്നെ ഞാൻ കുറച്ച് നാളേരം പിഴിയുകയും ചെയ്യും, കുറച്ച് അരയ്ക്കുകയും ചെയ്യും. അപ്പോൾ ചാറിനൊരു കട്ടിയും ഇതും കിട്ടാൻ വേണ്ടിയിട്ട്. പാല് തന്നെ പിഴിയുമ്പോൾ ചാറിന് ചിലപ്പോൾ ഒരു കട്ടി ഉണ്ടാവില്ല. അത് കാരണം ഞാൻ കുറച്ച് നാളേരം അരച്ചിട്ടുണ്ട്, കുറച്ച് നാളേരത്തിൻ്റെ പാലെടുത്ത് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാള കൂട്ടാനൊക്കെ തിളച്ച് റെഡിയായി. അങ്ങനെ ഉള്ളി കാച്ചി ഒഴിക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ തന്നെ ഉള്ളി കാച്ചി ഒഴിച്ചു. അങ്ങനെ ഉള്ളിയൊക്കെ മൊരിച്ച്, വേപ്പില ഞാൻ വെളിച്ചെണ്ണയിലിട്ട് ഇതാക്കിയിട്ടില്ല, ചട്ടിയിലിട്ടിട്ട്. അതാണ് നല്ലതെന്നാണ് പറയണത്, അതിൻ്റെ മണവും രുചിയൊക്കെ അതിലേക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ ഞാൻ ആ ചട്ടിയിലിട്ട് വെളിച്ചെണ്ണ തിളപ്പിച്ചത് ഉള്ളിയും കാച്ചത് അതിലൊഴിച്ച് അങ്ങനെ നമ്മുടെ ചാള കൂട്ടാൻ റെഡി ആയിട്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കൂട്ടാനാണ്. അപ്പോൾ നിങ്ങൾ വെക്കുന്നത് ഇതിനേക്കാളും ബെറ്റർ ആയിരിക്കും. പക്ഷെ ഞാൻ വെച്ചത് നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രം കേട്ടോ കൂട്ടുകാരെ, കളിയാക്കരുതാരും. അപ്പോൾ എന്നെയും എൻ്റെ ചാള കൂട്ടാനൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ.